നമുക്ക് എന്തൊക്കെയാണോ ഉണ്ടാക്കിയേക്കുന്നതെന്ന് നോക്കാമല്ലോ. കടുമാങ്ങയാണേ, പിന്നെ ഇത് അവൽ നനച്ചത് വൈകിട്ട് വെച്ച് കൊടുക്കാൻ, പിന്നെ കിച്ചടി, പിന്നെ പച്ചടി എന്ന് പറയാം, പിന്നെ പരിപ്പ് ഇപ്പം അമ്മ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചത് ഇവിടെ ആവിയൊക്കെ പോകുന്നുണ്ട്. പിന്നെന്താ ഉള്ളത്, തോരൻ, പാവയ്ക്ക തോരനാണ്, പിന്നെ പ്രഥമൻ, പിന്നെ അവിയൽ, സാമ്പാർ. നമ്മളൊരു ചെറിയ സദ്യയാണ് വാവിന് പിതൃക്കൾക്ക് ഒരുക്കുന്നത്, നമുക്ക് വെച്ച് കൊടുക്കുമല്ലോ. പിന്നെ ഇഞ്ചിയുണ്ട്, ഇഞ്ചി അച്ചാർ, മാങ്ങ അച്ചാർ, ഈ രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ ഇനി പപ്പടം പൊള്ളിക്കാം, പപ്പടം എടുക്കണം, പപ്പടം മസ്റ്റാണല്ലോ. പപ്പടം ഞാനൊന്ന് പൊള്ളിക്കാമെന്ന് വിചാരിച്ച്, ഞാനതെങ്കിലും ചെയ്ത് കൊടുക്കണമല്ലോ. കിച്ചടി ഞാനാണ് ഉണ്ടാക്കിയത്, പച്ചടിയും ഞാനുണ്ടാക്കി, ഇപ്പം പപ്പടവും പൊള്ളിച്ച്, ബാക്കിയെല്ലാം ചെയ്തത് അമ്മ തന്നെ. അന്നേരം ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇനിയിപ്പോൾ അവർക്ക് വെച്ച് കൊടുക്കണം. രാവിലത്തെ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ബലിയിടാൻ വെളുപ്പിനേ പോയിരുന്നു. 3:45 ഞാൻ ഇവിടുന്ന് പോയി തിരുമുല്ലാവാരത്തുനിന്ന് ബലിയിട്ട് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ 8:30. അപ്പോഴത്തേക്ക് അമ്മ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു. ഞാൻ ഇലയിട്ട്, ഞാനും കുഞ്ഞിട്ടനും കൂടി ഇലയിട്ടു. അമ്മ വന്ന് വിളമ്പുന്നുണ്ട്, ഓരോന്നായിട്ട് വിളമ്പുന്നുണ്ട്. ആദ്യം നമ്മൾ പിതൃക്കൾക്ക് ഇവിടെ പപ്പായ്ക്ക് വെച്ച് കൊടുക്കുമെന്ന് പറയും, വെച്ച് കൊടുക്കുക. അന്നേരം പായസമൊക്കെ ഒഴിച്ച് എല്ലാം നമ്മളെല്ലാം ഒരു സദ്യ, നോൺ വെജ് അല്ല വെജ് സദ്യയാണ് നമ്മൾ കൊടുക്കുന്നത്. ചിലവർ നോൺ വെജൊക്കെ വെച്ച് കൊടുക്കും, കള്ള് വെച്ച് കൊടുക്കുന്നവരും. രാവിലെ അമ്മ കരിക്കും, മുക്കരിയും എണ്ണയും വെള്ളവും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. രാവിലെ അതെല്ലാം ചെയ്യും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും ചായയും വെച്ച് കൊടുത്തത്, ചായ അതാ അവിടെ ഇരിക്കുന്നത്, അവിടെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഇവിടെ വെക്കുന്നതാണ്. എൻ്റെ ഇത് ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ എല്ലാവർക്കും കൂടി അത് പിന്നെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളെല്ലാവരും കൂടി പിന്നെ ഫുഡ് കഴിക്കാനിരിക്കും. അവർക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അത് നമ്മൾ പുറത്തെടുത്തതിന് വെച്ചതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനിരിക്കുന്നത് തന്നെ. എല്ലാവരും കൂടി കുറച്ച് പേര്, ഞങ്ങൾ 3 പേര് നിലത്തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞൂട്ടനും അപ്പൂട്ടനും കൂടി നിലത്തിരുന്നോളാം, ഞങ്ങൾ മുകളിലിരുന്നോളാം പറഞ്ഞു. എന്നിട്ട് ഞാനിതിനകത്ത് പറയുന്നുണ്ട്, ഓണത്തിന് എല്ലാവരും താഴെ ഇരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ. പിന്നെന്താ, ചേച്ചി അപ്പുറത്തെ കുഞ്ഞിനെ റൂമിനകത്ത് ഒഴുക്കുക. അപ്പൂട്ടനെ ഇവിടെ വിളമ്പാൻ നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്, തോരനൊക്കെ വിളമ്പുന്നുണ്ട്. കുഞ്ഞൂട്ടൻ എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്, ദാണ്ട് ഇറങ്ങിപ്പോയി, അവൻ പിടിക്കാനായിട്ട് പോയി. ഇപ്പം ഞാൻ കണ്ടില്ലായിരുന്നേ, അത് മൊത്തം അവൻ പീസാക്കിയേനെ, റെഡിയാക്കിയേനെ. ഞാൻ എടുത്തങ്ങ് മാറ്റി കുഞ്ഞൂട്ടനെ. പിന്നെ കുഞ്ഞൂട്ടി അവിടെ നല്ല സുഖമായിട്ട് ആ റൂമിൽ കിടന്ന് ഉറങ്ങുക, ബെഡിൽ. അവർക്ക് ചോറുണ്ണാൻ പറ്റില്ലല്ലോ, 28 കഴിഞ്ഞില്ലല്ലോ. ചോറൊക്കെ വിളമ്പി ഇനി എല്ലാവരും കൂടി ചോറുണ്ണണം. എൻ്റെ കുഞ്ഞൂട്ടൻ്റെ ഫസ്റ്റ് സദ്യയാണ് ഉണ്ണാൻ പോകുന്നത്. കഴിഞ്ഞ ഓണത്തിന് എൻ്റെ വയറ്റിലായിരുന്നു, വാവിനും എൻ്റെ വയറ്റിലായിരുന്നു. ഈ പ്രാവശ്യം ഫസ്റ്റ് വാവാണ്. വാവ് നിങ്ങളെല്ലാവരും ഒരുക്കോ? വാവൊക്കെ ഞങ്ങളെല്ലാവർക്കും ഇട്ട്, ചേട്ടായി ഉണ്ട്, ചേട്ടായിക്കും എല്ലാവർക്കും കൂടി 3 പേര് മുകളിലും 3 പേര് താഴെയും ഇരിക്കാമെന്നുള്ള എഗ്രിമെൻറ്റിലാണ്. അപ്പോൾ കാര്യമായിട്ട് പരിപ്പൊക്കെ വിളമ്പുന്നുണ്ട്. ഇത് അവർക്കുള്ളത്. കുഞ്ഞൂട്ടി നല്ല ഉറക്കമാണ് അവള്. എൻ്റെ കോലം കാണണമേ, ഈ പരിപാടിയിലാണ് ഇരിക്കുന്നത്. ചേട്ടായിട്ട് ആരെയോ കാര്യം പറയുന്നുണ്ട്. ഇനി ഫുഡ് കഴിക്കണം. എൻ്റെ കുഞ്ഞൂട്ടൻ ഇപ്പം റെഡിയാക്കും, ഇപ്പം അത് മൊത്തം കുളമാകും. ഒന്നും കഴിക്കാറായില്ല, ചോറ് കൊടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ വലിയൊരാളെ പോലെ ഇരിപ്പുണ്ട്, മൊത്തം കുളമായി. അതിന് കൂട്ടോണത്തിന് എരിവാക്കി വെച്ചിരിക്കും. ചവിട്ടി തെറിക്കുന്നത് കർക്കിടക വാവിന് സദ്യയൊക്കെ ഒരുക്കി പിതൃക്കൾക്ക് കൊടുക്കുമോ എന്നൊക്കെ ഒന്ന് കമന്റ് ഇട്ടേക്കണം. എല്ലായിടവും എങ്ങനെയൊക്കെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ ഇവിടെ ഇങ്ങനെ. കഴിച്ചിട്ട് വരാം, ബൈ.